വെൽക്കം ടു ഐഡിയാസ് ഫോർ അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ജപ്പാൻ മെയ്ഡ് ഒരു അയൺ ബോക്സാണ്. ഇത് താഴെ വീണ് പൊട്ടിപ്പൊളിഞ്ഞ് ചിതറിപ്പോയിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇത് അഴിച്ച് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം, വയറൊക്കെ മാറ്റി എല്ലാം ശരിയാക്കി റെഡിയാക്കി പ്രവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രൂ അഴിച്ചെടുക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. 2 സ്ക്രൂവാണ് കാണുന്നത്. ഈ 2 സ്ക്രൂ നമുക്കിപ്പോൾ അഴിച്ചെടുക്കാം. 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാലും പോരാൻ ചാൻസ് കുറവാണ്. അതിൻ്റെ ബാക്കിൽ സ്ക്രൂ ഉണ്ട്, അതും അഴിക്കണം. അത് കഴിഞ്ഞ് പിന്നെ വയറും അഴിക്കേണ്ടി വരും, അല്ലാതെ പോരാൻ ചാൻസ് കുറവാണ്. ശരി, ബാക്കിൽ അഴിക്കാം കേട്ടോ. ബാക്കിലും കൂടെ അഴിച്ചാലേ അത് പോരുള്ളൂ. അത് അഴിച്ചിട്ട് അപ്പോൾ പിന്നെ വയറും അഴിക്കേണ്ടി വരും, എന്നാലാണ് അത് കിട്ടുള്ളൂ. ഓക്കെ, വയറിൻ്റെ കണക്ഷൻ പിടിക്കാം. അത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ അതും പിടിക്കണം. ഇത് പൊട്ടിപ്പോയിട്ട് ഇത് മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ വയറൊക്കെ ഇനി മാറ്റി കളയണം. ഇൻഡിക്കേറ്ററും പോയി, ഫ്രണ്ട് ഭാഗമൊക്കെ പൊട്ടിപ്പോയി. അത് കിട്ടില്ല. അത് ഹീറ്റ് കൺട്രോളും അതിൽ തന്നെയാണ് അതിൻ്റെ ഓണായിട്ടുള്ളത്. അതിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ സ്ക്രൂകളൊക്കെ ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. അത് മാറ്റി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. ഇത് കണക്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണക്ഷൻ കിട്ടുന്നുണ്ട്. അത് ജോയിൻറ്റ് കിട്ടും. ഒട്ടിച്ചാൽ നല്ല സൂപ്പറായിട്ട് ഒട്ടി കിട്ടും, കുഴപ്പമില്ല. ഒക്കെ നല്ല ഓക്കെയാണ്, അത് കിട്ടും. ഇനി ഇതിൻ്റെ അയൺ ബോക്സിൻ്റെ ടോപ്പിൽ ആ പീസ് അവിടെ അഴിച്ച് മാറ്റണം. അതിൽ ഒരു സ്ക്രൂവാണ് കാണുന്നത്. അത് ഇപ്പോൾ ഞാൻ അഴിക്കണം. അത് അഴിച്ചെടുത്തിട്ടേ ബാക്കി 2 സ്ക്രൂ മറ്റേ മുകളിലെ പീസ് അഴിച്ചപ്പോൾ അതിൻ്റെ കൂടുതൽ ഇങ്ങോട്ട് പോകുന്നില്ല. അതായിട്ട് കണക്ട് ചെയ്താണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 2 അഴിച്ചപ്പോൾ തന്നെ ഫ്രീ ആയി. ടോട്ടൽ 3 സ്ക്രൂവിൻ്റെ കണക്ഷനാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരെണ്ണം അതിപ്പോൾ അഴിക്കും. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ പെട്ടി ഞാൻ ഒരു ടോപ്പ് ഊരി എടുത്തു, അതുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് കണ്ടീഷൻ ഊരിയെടുത്ത് ഇപ്പോൾ ഇതിൻ്റെ ബോഡിയായിട്ട് കണക്ട് ചെയ്തേക്കണം. ഈ ലെഫ്റ്റിൽ 3ാമത്തെ ആ പിന്നെ ബാക്കി സെൻറ്ററിലുള്ളതും വലതുവശത്തുള്ളതും ന്യൂട്രും ഫേസുമാണ്. ആ നടുക്കുള്ളത് ന്യൂട്രും, റൈറ്റ് സൈഡിലുള്ള ഫേസ് അത് ബോഡി എർത്താണ്. അത് പ്ലഗിൽ 3 പിന്നിൽ ടോപ്പിൽ വരുന്ന ലൈനാണ് അതിൽ കണക്ട് ചെയ്യുന്നത്. അത് ആ ബോഡിയിലേക്ക് കണക്ട് ചെയ്തേക്കണത്. അപ്പോൾ വേണ്ട, ആ ബോഡിയിലേക്ക് കണക്റ്റ് ആയിരിക്കുന്ന ഭാഗമാണ്. അത് നമ്മൾ ആ 3 പിന്നിലെ ആ വണ്ണം കൂടിയ ഭാഗം വരുന്ന ആ പോയിൻ്റ്. ഇത് നമുക്കിതൊന്ന് ഒട്ടിക്കാം. അത് ഒട്ടിച്ചിട്ടേ ഇത് എങ്ങനെ എത്ര കണ്ടീഷനായിട്ട് അത് ഒട്ടിയിരിക്കണേന്ന് നോക്കാമല്ലോ. കാരണം ഈ വക മെറ്റീരിയലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് ആദ്യമായിട്ട് അത് ഒട്ടിച്ച് നോക്കണത് തന്നെ, ഇങ്ങനെയുള്ള സാധനമൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടുന്ന കരുതാം. ഇതെല്ലാം ഒട്ടുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ആണിത്. അത്രയും വില 45 രൂപ വില വരുന്ന എല്ലാവർക്കും അറിയാവുന്ന സാധനമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പണിയാണ്. പിന്നെ അതിനൊരു സ്മെല്ലും ഉണ്ട്, ഗ്യാസായിട്ട് വരാൻ. ഇനിയിപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ റോഡ്, ഈ കമ്പി പോലുള്ള അത് വളഞ്ഞത്. അത് അതിലേക്കാണ് കണക്റ്റ് ആവുന്നത്. അതിൽ നിന്ന് അത് പ്രസ്സാകുമ്പോൾ ഒരു കണക്ഷൻ ഓണാവുകയാണ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കമ്പിയുടെ ഉൾഭാഗം ഇതിനകത്ത് കൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിൽ കൂടെ നമ്മൾ അകത്തേക്ക് കടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ലോക്ക് ചെയ്താൽ അതിപ്പോൾ മുകളിൽ കണ്ട അവിടെയാണ് വരുന്നത്. ഈ കാണുന്ന ഈ ഭാഗത്താണ് നമുക്കിപ്പോൾ കാണാൻ വരുന്നത്. അവിടെ മാറ്റി വെച്ച് നമ്മളിത് ഇതിൻ്റെ ആ സ്ക്രൂ പറഞ്ഞാൽ നമുക്ക് ഇട്ട് നോക്കാം. ഇട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അത് കറക്റ്റാക്കി അതൊന്ന് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാലേ കുഴപ്പമില്ല. ഇനി ബാക്കി കാണുന്ന 2 സ്ക്രൂ അതും അതിലേക്ക് ടോപ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അതായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാൻ വേണമെങ്കിൽ
അതിൻ്റെ സപ്പോർട്ട് പറഞ്ഞാൽ മെയിൻ ഈ അയൺ ബോക്സ് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാന ഭാഗമാണിത്. ഒരു സ്പ്രിങ് ആക്ഷൻ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. അത് ഇതിൻ്റെ അകത്തു കൂടെ വന്നിട്ട് മുകളിൽ ഹീറ്റ് കൺട്രോള്, നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള ഇതുകൾ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ചൂട് ഉപയോഗിക്കാനുള്ള സംവിധാനം, അതാണ് പൊട്ടിപ്പോയത്. അതിനുവേണ്ടി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രം ചൂട് വരുന്ന രീതിയിൽ നമ്മളത് റെഡിയാക്കി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് ആ പോയിന്റിൽ കൂടെ മുകളിലേക്ക് എടുക്കണം. ബാക്ക് ഇപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കംഫർട്ടബിൾ ആയൊരു കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രൂ ഇട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പം മുകളിൽ ഫ്രണ്ടിൽ വരുന്ന കൺട്രോൾ, ഹീറ്റ് കൺട്രോളും അതോടുകൂടി ഓണാവുന്നൊരു ഇതും അതിൽ തന്നെയാണ് വരുന്നത്. ആ കമ്പിയിൽ കൂടെ ലൈനോ കണക്ഷനോ ഷോർട്ട് ഒന്നും വരില്ല. നമുക്ക് പവർ സപ്ലൈ ഒന്നും അതിൽ കൂടെ വരില്ല. കാരണം അത് ഈ മുകളിൽ നമ്മൾ കൈ പിടിക്കുന്ന തരം മെറ്റീരിയൽ കൊടുത്തിട്ട് അതിലേക്കാണ് അത് കണക്റ്റ് ആവുന്നത്. വെറുതെ അതിൽ കണക്ട് ചെയ്ത് വെറുതെ വച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് അത് ഇരിക്കുന്നത് നിലവിൽ. അല്ലോ, ഇനി ഈ ഇൻഡിക്കേറ്റർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. അത് ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ സ്പെയർ ഇടുന്ന കടയിൽ ഉണ്ടായിരുന്നു. വർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യുക ആദ്യം. ആദ്യം ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് ഒന്ന് തിരിച്ച് സ്ക്രൂ ചെയ്യാൻ. ഫസ്റ്റ് വയർ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്ന അത് മെയിൻ വയറാണ്. പവർ സപ്ലൈ ലൈൻ എടുക്കുന്ന റൈറ്റ് സൈഡ് വയറാണ്. ലൈൻ നേരിട്ട് നമ്മൾ ഫസ്റ്റ് റൈറ്റിലാണ് കണക്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ന്യൂട്രലായിരിക്കും. ഇപ്പോൾ ന്യൂട്രൽ നമ്മൾ കണക്ട് ചെയ്തു. അതിൽ പ്ലസും മൈനസും. അപ്പോൾ ഫേസ് റൈറ്റ് സൈഡ് കണക്ട് ചെയ്തു, സെൻറ്ററിൽ ന്യൂട്രൽ കണക്ട് ചെയ്തു. പ്ലഗിൻ്റെ മുകളിൽ വരുന്ന വണ്ണുള്ള പിന്നിൻ്റെ വയർ എർത്ത്, അത് ലെഫ്റ്റ് സൈഡിൽ, അത് ബോഡിയായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതായിട്ട് കണക്ട് ചെയ്തു. ഇനി ചെക്ക് ഒന്ന് സ്പേസൊക്കെ ഒന്ന് കറക്റ്റാക്കി. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം നല്ല കണ്ടീഷനാക്കി നിർത്തണം. അകലമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ക്രമീകരിച്ച് വെക്കണം. അതൊക്കെ കറക്റ്റായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇനി ഇതിൻ്റെ അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടേ നമുക്കിതൊന്ന് അടയ്ക്കാം. കറക്റ്റാക്കി വെച്ചത് അതൊന്ന് അടച്ച് സ്ക്രൂ ചെയ്യുന്നൊരു കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പണി തീർന്നു. ഇതാണ്. ഓക്കെ, സെറ്റായി. കുഴപ്പമില്ല, തടസ്സമൊന്നുമില്ല, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രൂ ഇടാനുള്ള പണി നോക്കട്ടെ. മുറുക്കിയത് ശരിക്കും ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സംഗതി ഓക്കെ ആയി. നല്ല ഫുൾ ടൈറ്റ്, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റാണ്. ഓക്കെ, അവിടെ പവർ സപ്ലൈ ചെക്ക് ചെയ്തിട്ട് ബോർഡിൽ ഓക്കെയാണ്, ലൈൻ ഓക്കെയാണ്. LED കത്തുന്നുണ്ട്, അത് ഓക്കെ. അത് മാറ്റി. ഇനി നമുക്ക് ചെക്ക് ചെയ്യണ്ടേ, ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഇതിലേക്കൊന്ന് കുത്തി ഒന്ന് വച്ചിട്ട് നമുക്ക് നോക്കാം. LED കത്തുന്നുണ്ട്. ഓക്കെ. എൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഓണാണ്. എന്നാലും നമ്മൾ വേണ്ട പ്രസ് ചെയ്യുമ്പോൾ നോക്കിക്കോട്ടെ. അത് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നിലവിൽ ആ കമ്പി മുകളിലേക്ക് പൊങ്ങിക്കുന്ന പീസ് മുകളിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഇവരെ ഇൻഡിക്കേറ്റർ ഓണായി കിടന്നാലും പവർ സപ്ലൈ അതിലേക്ക് അതിൻ്റെ ചൂടാവുന്ന പ്രതലത്തിലേക്ക് വരില്ല. കോണ്ടാക്റ്റ് വരുന്നത് അത് പ്രസ്സാകുമ്പോഴാണ്. അപ്പോൾ ആ സംവിധാനം ഫ്രണ്ടിൽ നിന്ന് പൊട്ടിപ്പോയേക്കണം. അത് നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല നോർമലി. അപ്പോൾ ഇത് ലെതർ കേസും ഒരു പീസൊക്കെ വെച്ച് ശരിയാക്കി എടുത്തത്. പിന്നെ നമ്മൾ കണക്ട് ചെയ്ത് മുകളിലേക്ക് പൊങ്ങിക്കിടന്നു പറഞ്ഞാൽ അതിൽ കറണ്ട് പാസ് ചെയ്തൊന്നും വരില്ല കേട്ടോ. നേരിട്ട് കൈ കൊണ്ട് ചെയ്താലും പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
ഇപ്പോൾ നോർമൽ അവസ്ഥയിലിരിക്കണം. പക്ഷെ കറണ്ടൊന്നും വരണില്ല, ചൂടാവാനുമില്ല, ഫ്രീ ആയിരിക്കും. പിന്നെ എർത്ത് അതിൽ ലീക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തൊട്ട് ചൂടും വരുന്നില്ല. അത് ഇനി ഇത് പ്രസ് ചെയ്ത് പിടിച്ചേക്കുന്നുണ്ട്. ആ പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഇത് കാണാം. നോക്കി ഓക്കെ, ചൂട് വന്നു. ഓക്കെ, ചൂടായി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനത്തിനനുസരിച്ച് അത് പിടിച്ചാൽ മതി. ഇനി ഇതാണ് ഇട്ടാൽ മതിയല്ലോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ അയൺ ബോക്സിന്റെ അവസ്ഥകൾ കണ്ടല്ലോ. പീസായിട്ടുള്ളത് ആയിരുന്നു, ഉപയോഗിക്കാൻ പറ്റാത്ത വയറൊക്കെ ആകെ ഡാമേജ് ആയിട്ട് ആകെ പ്രശ്നമായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടി, ഫ്രണ്ടൊക്കെ പൊട്ടിപ്പോയാൽ നാശമായിട്ട്. അപ്പോൾ എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി, വയറൊക്കെ മാറി, ഇൻഡിക്കേറ്ററൊക്കെ മാറി റെഡിയാക്കി. 115 രൂപ മുടക്കുള്ളൂ. അപ്പോൾ താഴെ വേണ്ടി പൊട്ടിപ്പോട്ടി ഞാനത് മാറ്റിയിട്ടാണ് അപ്പോൾ വീണ്ടും എടുത്തത് ശരിയാക്കാനുണ്ടായത്. ജപ്പാൻ മെയ്ഡ് നല്ലൊരു ഐറ്റമാണ്. ജപ്പാൻ മെയ്ഡ് ഒരു അയൺ ബോക്സ് ആണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ ചാനൽ കൂടെ വ്യത്യസ്തങ്ങളായ വീഡിയോകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. എപ്പോഴും നിങ്ങൾക്ക് ഗുണകരമായ വീഡിയോകളായിരിക്കും ഈ ചാനൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.